ഒരു ചായയുടെ എത്രയും സമയോ? ചേട്ടാ കോഫി മതിയോ? പിന്നെന്ത്, എന്തായാലും മതി. ബ്രൂ കോഫി. ബ്രൂ കോഫി ആണോ? കോഫി ആണോ? പൊന്നെ മോളെ, നീ കലയ്ക്കൊണ്ടെന്ന് വിഷം നീ അവന് മാത്രം കൊടുത്തത്, എനിക്ക് വേണ്ട. വിഷോ? നീ അല്ലാതെ അവൻ്റെ അടുത്ത് ആരെങ്കിലും ഇങ്ങനെയൊക്കെ ചോദിക്കോടി? രാവിലെ കുറ്റിയും പറിച്ചു വന്നിരിക്കുകയാണ്. അല്ല മാവോയിസ്റ്റായിരുന്നെങ്കിൽ ആ പെണ്ണെങ്കിലും രക്ഷപ്പെട്ടു. എടാ, നിന്നെ പോലുള്ള അയൽവാസികളുണ്ടെങ്കിൽ മാവോയിസ്റ്റ് അല്ല, ചിലപ്പോൾ നെക്സലൈറ്റ് വരെ ആയി പോകും ആൾക്കാർ. എടാ ഇത് രണ്ടും ഒന്നിനടാ മണ്ട, ആ മനസ്സിലായ? നീയേ വലിയ കഥയൊന്നും പറയണ്ടടാ. ഗൾഫിൽ അറബിയെ പറ്റിച്ചോണ്ട് വന്നേലടാ നീ. എന്നിട്ട് അവന് ബാക്കിയുള്ളവരെ രക്ഷപ്പെടുത്താൻ നടക്കുന്നു. എന്നെക്കൊണ്ട് ആരും പറയിപ്പിക്കല്ലേ അമ്പിളി നീ. അയ്യോ, നിന്നെ ഞാൻ കളിയാക്കാൻ വേണ്ടി പറഞ്ഞതല്ലടാ. കേരളത്തിലെ മാവോയിസ്റ്റുകൾ കീഴടങ്ങിയാൽ 5 ലക്ഷം രൂപയും ജോലിയും കൊടുക്കുന്നു. വേണമെങ്കിൽ എടുത്ത് നോക്ക്. രാവിലെ ഇറങ്ങിക്കാണ് ബാക്കിയുണ്ടോ കൊടുത്താൽ മതി നീ. ഓ എന്താ ചേട്ടാ എപ്പോ നോക്കിയാലും നമ്മളെ കളിയാക്കലാണ്. എന്തിനിരുന്ന് ഉറങ്ങണത്? പോയി കിടന്നുറങ്ങുമ്പോ അമ്മ എണീപ്പിച്ച്. കുറച്ച് ഒരു 5 മിനിറ്റ്. വായെങ്കിലും കഴുകി എന്റെ പെണ്ണെ. നീ ഞാൻ കഴുകി, അവിടുന്ന് കഴുകി. നിങ്ങൾ എന്തേ ആലോചിച്ചോണ്ടിരിക്കണേ? എന്തേ ആലോചിച്ചോണ്ടിരിക്കണേ? ഞാൻ ഒരു കല്യാണം ആലോചിക്കുന്നു. എന്തോ ഒരു കല്യാണം കഴിച്ചാലോ എന്ന് ആലോചിക്കണം. എന്താ പറ്റില്ലേ? എന്താ കുഴപ്പം? നല്ലതാ. എന്ത് നല്ലത്? ക്ലീറ്റോ അങ്ങനെ തന്നെ ചെയ്യണം. ഞാനൊരു പാവായതുകൊണ്ടല്ലേ. ഏതെങ്കിലും പെണ്ണിനെ പോയി കെട്ടി ആ പെണ്ണിന്റെ കയ്യിൽ നിന്ന് നല്ല ഇടിയും തന്ന് നിങ്ങളെ പണിക്കും വിട്ടു കഴിയുമ്പോൾ നിങ്ങൾ നല്ല മെനയാവും. പിന്നെ ഒരു പ്രാവശ്യം ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പിന്നെ വീണ്ടും ചൂടുവെള്ളം കാണുമ്പോൾ അതിന്റെ അടുത്തൂടെ പോലും പോകില്ല കേട്ടോ. അതുകൊണ്ട് അങ്ങനെ ഒരു വ്യാമോഹം എനിക്കില്ല. ചൂടുവെള്ളം കണ്ടാൽ നമുക്ക് മനസ്സിലാവില്ല ക്ലീറ്റോ. അങ്ങനെയല്ലേ എനിക്കിത് പറ്റിയത്. ചായ വേണോ? പറ്റിയത് എനിക്കല്ലേ. ഓ ചായ വേണോ? തന്നാ കുടിക്കാമേ. കട്ടനെ ഉണ്ടാവുള്ളൂ. എന്തേലും മതി. അവിടെ നിന്ന് എന്ത് തന്നാലും ഞാൻ ഭക്ഷിക്കും. എന്തോന്ന് അതിനകത്ത് വല്ല നിധി ഇരിപ്പുണ്ടോ? ഇത്ര മാത്രം ഇങ്ങനെ ഇരിക്കാൻ. കേരളത്തിലെ മാവോയിസ്റ്റുകൾ കീഴടങ്ങിയാൽ ജോലിയും 5 ലക്ഷം രൂപ. ഇത് പറഞ്ഞിട്ടാണ് രാവിലെ ഒരുത്ത് തന്നെ കളിയാക്കിയത്. അതിന് വേറെ ഒരു പണിയില്ലല്ലോ. എന്റെ ഒരു വിധി ഒന്ന് ആലോചിച്ച് നോക്കി. എന്ത് പ്രമുഖനായ നേരത്തെ നിങ്ങൾക്ക് ഈ മാവോയിസ്റ്റ് ആയിരുന്നെങ്കിലേ ഞങ്ങള് രക്ഷപ്പെട്ടേനെ. അതല്ലേ, ഞാൻ മാവോയിസ്റ്റ് ആയിട്ട് വേണം നിന്റെ തന്റെ ഹവീൽദാര് എന്നെ എന്നേ വെടിവെച്ചു പോലെ. ഞാൻ കുറെ കൂടി രക്ഷപ്പെട്ടേനെ. എന്റെ ജീവിതം ഇങ്ങനെ കരി പിടിക്കൂലായിരുന്നല്ലോ. ഇതിലിനി എന്തോന്ന് കാര്യം വരളായി? ഇത് മുഴുവൻ കാര്യമല്ലേ? എനിക്കറിയായിരുന്നു ഈ ചീഞ്ഞ കോമഡി പറയൂ. ഈ മാവോയിസ്റ്റ് എന്താ ഇതായിരിക്കുന്നു, ഏതാണ്ട് ഇതേപോലെയൊക്കെ ഇരിക്കും. എടേ, മാവ് എന്ന് പറഞ്ഞ എന്താണ്? മാവ് നമ്മള് കഴിക്കണ മാവ്. ആ മൈദമാവിൽ ഉണ്ടാക്കുന്ന 2 സാധനങ്ങൾ, അതായത് ഒരു ചുവന്ന കളറിൽ ഒരു മഞ്ഞ കളറിൽ ഇങ്ങനെ ബേക്കറികളിലെല്ലാം വെച്ചിട്ടുണ്ട്. അതാണ് മാവോയിസ്റ്റ്. അത് കീഴടക്കുമ്പോ ഇങ്ങനെ പൈസ കിട്ടും. അത് ചില സമയം ഇങ്ങനെ. മാവോയിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര കൊള്ളക്കാരി, ഈ ദുഷ്ടന്മാരാ. അവര് കീഴടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് തന്നെ തീവ്രവാദി. ഡാഡി കൊള്ളം പറഞ്ഞല്ലേ. അയ്യോ അമ്മേ, അപ്പൊ ഞാനേ നമുക്ക് രക്ഷപ്പെടാനുള്ള ഒരു ഐഡിയ പറഞ്ഞു തരട്ടെ. എന്ത് എന്ന് വെച്ചാ അമ്മ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് എന്റെ ഭർത്താവായ ക്ലീറ്റോ മാവോയിസ്റ്റാന്ന് പറയണം. എന്തായാലും ഒരു ഭാര്യ വിളിച്ചു പറയുമ്പോ അത് സത്യമായിരിക്കുമല്ലോ. അപ്പൊ നമുക്ക് രക്ഷപ്പെടാം. നീ ഒരു കാര്യം ചെയ്യ, നീ കല്യാണം കഴിക്കുമല്ലോ. അപ്പൊ നിന്റെ കെട്ടിയോനെ അങ്ങനെ നീ വിളിച്ച് പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞാൽ മതി കേട്ടാ. എന്നെ പറയാൻ നിൽക്കണ്ട. ഓ അവള് വലിയ മാവോയിസ്റ്റ്, കുടുംബം രക്ഷപ്പെടുത്താൻ ഒരുത്തി ഇറങ്ങിക്കണം. മിക്കവാറും ഞാൻ വിളിക്കും. കൊടുക്കത്തെ വിളിയായിരിക്കും. പോയി കുളിയടി പോ, മാറണവളെ. നീ വാ, നീ എൻ്റെ അടുത്ത് മുട്ടായി വേണം ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞു കേട്ടോ. പോ പോ പോ, വേണ്ട. അമ്മ തോർത്തെടുത്താ
അവൾക്ക് ഇത്രയും നാളായിട്ട് അവളുടെ ഉടുപ്പ് എവിടെ ഇരിക്കണേന്ന് അറിയില്ല, തോർത്ത് എവിടെ ഇരിക്കണേന്ന് അറിയില്ല. അമ്മ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് എന്റെ ഭർത്താവായ ക്ലീറ്റോ മാവോയിസ്റ്റാന്ന് പറയണം. എന്തായാലും ഒരു ഭാര്യ വിളിച്ചു പറയുമ്പോ അത് സത്യമായിരിക്കുമല്ലോ. അപ്പൊ നമുക്ക് രക്ഷപ്പെടാം. എന്താടേ നോക്കിക്കൊണ്ടിരിക്കണ വല്ലതും കളഞ്ഞു പോയടാ? വല്ലതും കളഞ്ഞു പോയ ഇങ്ങനെ മാനത്ത് നോക്കിക്കൊണ്ടിരിക്കുന്നു. നീ ഇവിടെ താമസമായ പിന്നെ നഷ്ടപ്പെട്ടതിൻ്റെ ഒരു വലിയൊരു സാധനമുണ്ട്, മനസമാധാനം. അത് തിരിച്ചു തരാൻ പറ്റുമോ നിനക്ക്? ആ പറ്റൂല. നിന്റെ അടുത്ത് സംസാരിച്ച് പിടിക്കാൻ എനിക്ക് സമയമില്ല. ഓ പഞ്ചായത്ത് ഓഫീസിൽ കുറച്ച് ജോലിയുണ്ട്. നിനക്കാകുമ്പോൾ ഒന്നുമില്ലല്ലോ, എന്തോ ആവാമല്ലോ. ഓട്ടാളിയാ കാണാം. ചെല്ല്. സാറേ നീ എവിടെയാണ്? പെട്ടെന്ന് ഇങ്ങോട്ട് വാ. ആ ശരി, ഓക്കെ. സംഗതി നീ പറഞ്ഞത് കൊള്ളാം, നമുക്ക് രക്ഷപ്പെടാൻ പറ്റിയ ഐഡിയ തന്നെ. അതെ, പക്ഷെ സംഗതി നടക്കണം. നടക്കും, നടക്കായികയൊന്നുമില്ല. നീ ആ വാർത്ത ഒന്നുകൂടെ ഒന്ന് വായിച്ചേ. ഇതിപ്പോൾ എത്ര പ്രാവശ്യം ഞാൻ വായിച്ചു. അല്ല നീ വായിക്കുന്നോണ്ടാണ് എനിക്കൊരു സംശയം. ഇതേ പാലായിൽ എൻ്റെ തറവാട്ടിൽ അടിച്ചടിക്കുന്ന പത്രമല്ല, പിന്നെ ഇത് സർക്കാർ കൊടുത്ത വാർത്ത ഒരു പത്രത്തിൽ വന്നതാണ്. ഞങ്ങളുടെ വായിരുന്നു. ഓ നോക്കട്ടെ. നിപ്പ വൈറസ് ശ്രദ്ധിക്കുക. അതല്ല, അത് അപ്പുറത്ത് കിടപ്പുണ്ട്, അത് വായിച്ചു. ഓ, കേരളത്തിൽ അടങ്ങുന്ന മാവോയിസ്റ്റുകൾക്ക് ജോലിയും പ്രതിഫലവും. അത് കൊള്ളാന്നുള്ളതുകൊണ്ട് തന്നെ ഞാൻ നിന്റെ അടുത്ത് മലയാളത്തിൽ പറഞ്ഞത്. നീ ഇടയ്ക്കിടയ്ക്ക് സത്യങ്ങളൊക്കെ പറയാറുണ്ടല്ലേ? പക്ഷെ നീ ഒരു കാര്യം ചെയ്യ്, ഇത് നിന്റെ ഐഡിയ എന്താ? നീ എന്താ ഉദ്ദേശിക്കുന്നത്? എന്ത്? അല്ല ഈ മാവോയിസ്റ്റും നമ്മളോട്ട് എന്താണ് ബന്ധം? കീഴടങ്ങണം. ആര് കീഴടങ്ങ? നീ കീഴടങ്ങും? ഞാൻ കീഴടങ്ങില്ല. പിന്നെ ഞാൻ അങ്ങനെ കീഴടങ്ങും? പിന്നെ ആര്? അതെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ട്, ചന്ദ്രനിൽ ആദ്യമായിട്ട് കയറ്റി വിട്ട ആരെയാണെന്ന് അറിയാമോ? ചന്ദ്രനിൽ ആദ്യമായിട്ട് പോയത് നമ്മുടെ നീലാംസ്ട്രോങ് അല്ലേ? നമ്മളെ ആര്? നിന്റെ കുടുംബത്തിലുള്ള നീലാംസ്ട്രോങ്? നമ്മളെ എന്ന് പറയാം. നീലാംസ്ട്രോങ് അല്ലേ? എടേ, അത് ഒരു എലിയാണ് ആദ്യമായിട്ട് കയറ്റി വിട്ടത്. എലിയ? ആ, അത് പോയതിനു ശേഷമാണ് പിന്നെ ആൾക്കാർ ധൈര്യമായിട്ട് പോയി തുടങ്ങിയത്. നീ അതൊക്കെ വിടേ. നീ ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്ന പ്ലാൻ പറയാം. നമ്മുടെ എലി ഉണ്ടല്ലോ, എലി, നമ്മുടെ എലി, അതായത് നടരാജനെ നമ്മൾ ആദ്യം കീഴടങ്ങിപ്പിക്കും. നടരാജൻ പോയി കീഴടങ്ങി അവിടുത്തെ അവസ്ഥകളൊക്കെ എങ്ങനെയാണ് എന്താണെന്നൊക്കെ അറിഞ്ഞതിന് ശേഷം കുഴപ്പമൊന്നുമില്ല, പൈസയും കിട്ടി, ജോലി ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പോയി കീഴടങ്ങും. നമ്മൾ നടരാജ മാവോയിസ്റ്റിൻ്റെ ആളുകളാണെന്ന് പറഞ്ഞ് ശിഷ്യന്മാരാണെന്ന് പറഞ്ഞ് കീഴടങ്ങാം. അത് കൊള്ളാം, ഐഡിയ കൊള്ളാം. അവനെ കണ്ട ഒരു മാവോയിസ്റ്റ് ലുക്കും ഉണ്ട്. പക്ഷെ എൻ്റെ വേറെ ടെൻഷൻ എന്താ അറിയാമോ? ഇവര് പ്രതിഫലമായിട്ട് 5 ലക്ഷം രൂപ തരണമെന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ നല്ലതാണ്. ഒപ്പം ഒരു ജോലിയും കൂടെ തരണതേ. ആ ജോലി വെച്ച് നമ്മൾ എന്ത് ചെയ്യും? അതാർക്കെങ്കിലും മറിച്ചു കൊടുക്കുക അല്ലേ? അതിന് പിന്നെ കിട്ടും. ആലേ ജോലി കിട്ടട്ടല്ലേ, സർക്കാർ ജോലിയല്ലേ, കിട്ടിയ ഇഷ്ടം പോലെ ലീവ് എടുത്തൂടെ നമുക്ക്. പിന്നെ അങ്ങനെ തന്നെ 5 ലക്ഷം കിട്ടൂല്ലേ? 5 ലക്ഷം കിട്ടും. അത് ഗഡുക്കളായിട്ടാണ് തരുമെന്ന് പറഞ്ഞേക്കണേ. അതെ, എത്രയും പെട്ടെന്ന് നടരാജ മാവോയിസ്റ്റിനെ നമുക്ക് വെക്കണം. അതെ, ഞങ്ങളെ കുടുംബകാര്യമൊക്കെ എങ്ങനെ ചർച്ച ചെയ്തോണ്ടിരിക്കുകയാണ്. ഞാനൊന്നും ചോദിച്ചില്ലല്ലോ. കുടുംബകാര്യം ചർച്ച ചെയ്യണം. അപ്പൊ ഒരു കാര്യം ചെയ്യും, നടരാജ മാവോയിസ്റ്റിനെ പൊക്കാനുള്ള പരിപാടികൾ ഞാൻ പോയിട്ട് വരാം. അങ്ങനെ നമുക്കൊന്ന് നന്നാവല്ലോ. അതെ അതെ, രക്ഷപ്പെടും നമ്മൾ ഇതോടുകൂടി. പിന്നെന്ത് ഇത്രയും പോരെ ഒരാളിന് രക്ഷപ്പെടാനായിട്ട്? നീ പോയി നോക്കിയിട്ട് എന്നെ വിളിക്ക്, എനിക്ക് ഇച്ചിരി ജോലി ഉണ്ട് ഇവിടെ. അപ്പൊ ഞാൻ നോക്കി പോയിട്ട് എന്നെ വിളിക്കും. ഓക്കെ. എന്താ പേപ്പർ? അല്ല ഇരുന്നോട്ടെ, വിശ്വാസം വന്നില്ലെങ്കിൽ. ഓ ശരി. അപ്പൊ വായിച്ചോ, കുറച്ച് പ്രാവശ്യം കൂടെ വായിച്ചോ, വിശ്വാസം ആവട്ടെ. ഓക്കെ. Alien versus Alien.